കഴിഞ്ഞ ഒരു 8-8 വർഷമായി കമ്പനി ഫോം ആയിട്ട് 26th പ്രോജക്റ്റാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. സോഫാർ നമുക്ക് ഇന്നേ വരെ ഒരു പ്രോജക്റ്റിനും ഒരു കൺസ്ട്രക്ഷൻ ഡിലേ വന്നിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രൊജക്ട് ലോഞ്ച് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വി ആർ ഓഫറിംഗ് ദ പ്രീ ലോഞ്ച്. അതാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഇടാൻ റീസൺ. ബിക്കോസ് വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ചാനലിൽ കോണ്ടന്റ് ഇടുന്നത്. ഇത് എൻ്റെ ഒരു വലിയൊരു ഫേവറേറ്റ് സ്ട്രെച്ച് ആണ്, റൈറ്റ് ഫ്രം ചേരാനല്ലൂർ ടു നെട്ടൂർ ക്രോസ് ചെയ്ത് അരൂർ പോർഷൻ. ബിക്കോസ് അവിടെയാണ് നമ്മുടെ 6 ലൈൻ ഹൈവേ വരുന്നത്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സുകളൊക്കെ ഞാൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്, ബിക്കോസ് ഓഫ് ദ ഫ്യൂച്ചർ അപ്രിസിയേഷൻ. അതുപോലൊരു പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ആം വിത്ത് വിശാൽ പിള്ളെ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു സോ ഞാൻ ആക്ച്വലി ഇപ്പൊ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ എനിക്ക് ആ ഒരു ലൊക്കേഷനിൽ ഒരു കൈൻഡ് ഓഫ് ഐ മീൻ ടു സേ ദ ഡെവലപ്മെന്റ് ഇൻ ഫ്യൂച്ചർ ഒരു 2 to 3 years ഡൗൺ ദ ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു വളരെ അപ്രീഷിയേറ്റിംഗും വെൽ കണക്റ്റഡ് വിത്തിൻ ഡിസ്ട്രിക്റ്റും ആയിട്ടുള്ള ലൊക്കേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദി NH66 ഹൈവേ വിച്ച് ഇസ് കമ്മിങ്. സോ അവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിരുന്നു അറിയേണ്ടിയിരുന്നത്. അതറിയുന്നതിന് മുമ്പ് വർമ്മ ഹോംസിന്റെ കറന്റ് റണ്ണിങ് പ്രോജക്ട്സും ഇതുവരെ ചെയ്ത പ്രോജക്റ്റിന്റെ ഒരു ജസ്റ്റ് ഓവർവ്യൂ പറയാമോ? ഷുവർ. നമ്മൾ വർമ്മ ഹോംസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. നമ്മളുടെ കോർപ്പറേറ്റ് ഓഫീസ് പനമ്പള്ളി നഗറിലാണ്, കൊച്ചിയിൽ. നമ്മളിപ്പം ആക്റ്റീവായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 3 റീജിയൻസ് ഉണ്ട് കേരളത്തിൽ. ഒബിയസ്ലി കൊച്ചി, ദെൻ ട്രിവാൻഡ്രം, പിന്നെ തൃശ്ശൂർ. ഈ 3 ലൊക്കേഷൻസിലാണ് നമുക്ക് പ്രോജക്ട്സ് ഉള്ളത്. ആസ് ഓഫ് നൗ അറ്റ് പ്രസന്റ് നമുക്ക് 26th പ്രോജക്റ്റ് റീസെന്റ് ലോഞ്ച് ചെയ്തു. ട്രിവാൻഡ്രത്താണ്, ജഗതി എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രിവാൻഡ്രത്ത്. വർമ്മ ട്രൈഡന്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് അവർ 26th പ്രോജക്റ്റ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 ലൊക്കേഷൻസിൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ പ്രോജക്ട്സ് ഉണ്ട്. നമ്മൾ അറ്റ് പ്രസന്റ് കൊച്ചിയിൽ തന്നെ നമ്മളിപ്പോൾ അറൗണ്ട് 12 പ്രോജക്ട്സോളം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഓൺഗോയിങ് സ്റ്റേജിലുണ്ട്. നമുക്ക് ഫ്രം ഒരു 2 BHK നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 84 lakhs മുതൽ 3 BHK മാക്സിമം നമുക്കൊരു 3 CR വരെയുള്ള അത്രയും വലിയൊരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് പ്രോജക്ട്സ് കിടക്കുന്നത് അക്രോസ് ഡിഫറെന്റ് ലൊക്കേഷൻസ് ഇൻ കൊച്ചി. ഇപ്പൊ ഈ കറന്റ് നമ്മൾ സംസാരിച്ച പ്രോജക്റ്റിന്റെ പേര്, നമ്മുടെ പ്രൊജക്ടിന്റെ പേര് ക്വീൻസ് ഗേറ്റ്വേ ബൈ വർമ്മ എന്നാണ് പ്രൊജക്ടിന്റെ പേര്. നമ്മുടെ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വരുന്നത് ചേരാനല്ലൂർ സിഗ്നൽ, അതായത് ഇപ്പോൾ NH66 കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടല്ലോ, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സിഗ്നൽ. അതായത് നമുക്ക് നമ്മളെ ഇടപ്പള്ളി സൈഡിൽ നിന്ന് നമ്മൾ ടുവാർഡ്സ് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പോകുമ്പോൾ, ആ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചേരാനല്ലൂർ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ആക്ച്വലി അതൊരു കോർണറിലായിട്ട് ഇരിക്കുന്നെന്ന് പറയാം. കാരണം നമുക്ക് 2 ഹൈവേസിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് ഒന്നെന്ന് പറയുന്നത് NH66 ഒബ്വിയസ്ലി, പിന്നെന്ന് പറയുന്നത് കണ്ടെയ്നർ ടെർമിനൽ റോഡ്. അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള റോഡ്. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് ഒന്ന് എയർപോർട്ടിലേക്ക് പോകണം, നെടുമ്പാശ്ശേരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിറ്റി ടച്ച് ചെയ്യാതെ നമുക്ക് പോകാം, കളമശ്ശേരി വഴി പോകാം. അതേപോലെ തന്നെ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ആ ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിലും കണ്ടെയ്നർ റോഡ് നമ്മൾ എടുത്താൽ മതി. ആക്ച്വലി നമുക്ക് കിട്ടിയൊരു ഇതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് തീരുന്ന നമുക്കൊരു 3.5 years എടുക്കും. മാക്സിമം നമ്മളിപ്പം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് 2028. നമ്മളിപ്പോൾ 2025-ലാണ്. 2028 എൻഡിലേക്ക് നമുക്ക് കംപ്ലീഷന്റെ സ്റ്റേജിലാവും. അതാണ് നമ്മളിപ്പം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ സമയത്തേക്ക് തന്നെ NH66 പണി കഴിയും. അല്ല, അതാണ് അതൊരു വലിയൊരു ഫാക്ടർ. കാരണം നമ്മുടെ ഈ ഫിനിഷ് ആവുന്ന അനുസരിച്ച് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയത്ത് തന്നെ ആയിരിക്കും. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ തന്നെയാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഇൻഫ്രാ ഡെവലപ്മെന്റ്സ് എന്ന് വരുമ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലുലുവിലേക്ക് ഒന്ന് പോകണം, ലുലു മോളിലേക്ക് ഇടപ്പള്ളി വരെ പോകണം. ഇടപ്പള്ളി ജംഗ്ഷൻ എന്ന് പറയുന്നത് ചേരാനല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിഗസ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇടപ്പള്ളിയാണ്. ഫസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിറ്റി ലിമിറ്റ്സിലെ ആദ്യത്തെ ഒരു എൻട്രി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇടപ്പള്ളി ജംഗ്ഷനാണ്. അവിടെ തന്നെയാണ് ലുലു. വൺസ് ഈ റോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് 5 minutes മാക്സിമം. അതാണ് വരുന്നത്. 6 ലൈൻ റോഡാണ്. പിന്നെ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ക്വീൻസ് ഗേറ്റ്വേ ബൈ വർമ്മ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ചേരാനല്ലൂർ ജംഗ്ഷൻ. അപ്പൊ ആ ജംഗ്ഷനെയാണ് നമ്മൾ ആ ഒരു ലൊക്കേഷനെ കൂടെ നമ്മളൊന്ന് പ്രോമിനന്റ് ആക്കി എടുക്കുന്നുണ്ട്. ആക്ച്വലി അതെ. കാരണം ഇപ്പൊ നമ്മൾ ജനറലി പ്രോപ്പർട്ടി സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു 10 kilometer റേഡിയസ് ആണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുക. ഇത്രയും പെട്ടെന്ന് എത്താം,
ലുലു മോള്, മെട്രോ. പക്ഷെ NH വന്നു കഴിഞ്ഞാല് ആക്ച്വലി വിത്തിൻ സിറ്റി മാത്രമല്ല, വിത്തിൻ ഡിസ്ട്രിക്ട് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആവുകയാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ അവിടെ നിന്ന് അല്ലേ. അവിടെ നിന്ന് തൃശ്ശൂർ എന്ന് പറയുന്നത് ഹൈവേ വന്നു കഴിഞ്ഞാൽ മേ ബി എത്ര 45 മിനിറ്റ്സ് അത്രേ ഉള്ളൂ മാക്സിമം. അതും ഒരു വലിയ അഡ്വാൻറ്റേജ്. ഐ തിങ്ക് തൃശ്ശൂർ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവർക്കും ഇതൊരു ഐഡിയൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നുന്നു. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു പ്രോജക്റ്റിന് ഒരു പ്രത്യേകത, ഇത് ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. എവിടെ ഉള്ളവർക്കാണ്. ഈവൻ നോൺ മലയാളീസ് നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ട്. ഓൾറെഡി വി ഹാവ് സ്റ്റാർട്ടഡ് ബുക്കിംഗ്. നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പ്രോജക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു 98 സെന്റ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. 96 യൂണിറ്റ്സ് ആണ് ഉള്ളത്. 2 BHK, 3 BHK, 4 BHK എല്ലാ ടൈപ്പ് ഓറിയന്റേഷനും ഉണ്ട് ഇതിനകത്ത്. അതായത് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ ദോസ് പീപ്പിൾ ദോസ് ആർ ലുക്കിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ 2 BHK നമുക്ക് കൊടുക്കാം. 3 BHK അല്ലെങ്കിൽ 4 BHK നമുക്ക് ദോസ് ഹു വാണ്ട് ടു ലിവ് ദെയർ അത് നമുക്ക് കൊടുക്കാം. ബോത്ത് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ് രണ്ടു പേർക്കും, രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾക്കും അത് സ്യൂട്ടബിൾ ആണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അമൃത അല്ലെങ്കിൽ ആസ്റ്റർ ഇതുപോലുള്ള ഹോസ്പിറ്റൽസ് എല്ലാം വളരെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രൊജക്റ്റ് ഉള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിലും ഇപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രാജഗിരി സ്കൂളുണ്ട് കളമശ്ശേരി, അപ്പം അങ്ങനെയുള്ള പിന്നെ കോളേജസുമായിട്ടൊക്കെ അടുത്താണ്. ഷോപ്പിംഗ്, ലുലു ഇസ് ദെയർ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത്. ഹോട്ടൽ എന്ന് പറയുന്നത് 18 ഫ്ലോർസ് ആണ്. 18 ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോവർ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് പ്ലസ് 18 ഫ്ലോർസ് ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫ്ലോർ മുതൽ 17 ഫ്ലോർസ് വരെയാണ് അപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. 18 എല്ലാം കോമൺ അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അമ്യൂണിറ്റീസ് വൈസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ലൈക്ക് പൂൾ, ജിം, പാർട്ടി ഹാൾ, എൽഡേഴ്സ് കോർണർ, പിന്നെ നമുക്കൊരു മൂവി തിയേറ്റർ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രഷ് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് EV ചാർജിങ് പ്രൊവിഷൻ ഫോർ ഓൾ കാർ പാർക്കിംഗ് സ്ലോട്ട്സ് അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി പവർ ബാക്കപ്പ് ഫോർ ഓൾ അപ്പാർട്ട്മെന്റ്സ്, DG ബാക്കപ്പ് ഉണ്ട്. പിന്നെ സ്മാർട്ട് ലോക്കിംഗ് സിസ്റ്റം ആയിരിക്കും, മെയിൻ ഡോർ ലോക്കൊക്കെ. ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇപ്പോൾ സെക്യൂരിറ്റി വൈസ് ആണെങ്കിൽ CCTV ക്യാമറ, ആക്സസ് കാർഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് എല്ലാം മോഡേൺ അമ്യൂണിറ്റീസ് ഉള്ള പ്രൊജക്ട്. ഇതിനകത്തൊന്നും നമ്മൾ അതെന്താ ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ട്. റൂഫ് ടോപ്പിൽ നമുക്ക് പൂളുണ്ട്. സെപ്പറേറ്റ് ഒരു കിഡ്സ് പൂൾ സെപ്പറേറ്റ് ഉണ്ട്, മെയിൻ പൂൾ ആൻഡ് കിഡ്സ് പൂൾ. പിന്നെ നമുക്കൊരു ഓപ്പൺ പാർട്ടി ഏരിയ. നമുക്ക് ആക്ച്വലി ഒരു ഇൻഡോർ ഒരു റെക്രിയേഷൻ സ്പേസ് ഉണ്ട്. യു ക്യാൻ ഹോസ്റ്റ് യുവർ എന്താ പറയുക ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ആനിവേഴ്സറി എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻഡോർ സ്പേസ് ഉണ്ട്. അതല്ലാതെ തന്നെ ഒരു ഓപ്പൺ പാർട്ടി ഏരിയ കൂടെ ഉണ്ട്. അതെ. പിന്നെ നമുക്ക് സോളാർ പാനൽസ് ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അതിൻ്റെ സ്പേസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് റൂഫ് ടോപ്പിൽ. അപ്പം അങ്ങനെയുള്ള എല്ലാം കുറച്ചുകൂടെ നമ്മളൊന്ന് ഫോർസി ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു അട്രാക്ഷൻ പറയാതെ നമുക്കൊരു ടെലിസ്കോപ്പിക് ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ദൂരെയുള്ള ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ ടെലിസ്കോപ്പിക് സെറ്റപ്പ് 2-3 ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ദൂരെയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറൈൻ ഡ്രൈവിൽ കപ്പലെടുക്കുന്ന വിഷ്വല്, അതേപോലെ തന്നെ ലുലുവിന്റെ അവിടെ നമ്മുടെ സിറ്റിയിലുള്ള വ്യൂ, അപ്പോൾ ലോങ് റേഞ്ചിലുള്ള വ്യൂ ഒക്കെ കാണാവുന്ന ഒരു സെറ്റപ്പ് പോലെ നമ്മൾ കൊടുക്കുന്നത്. അതെ, ഇതെല്ലാം ആഡ് ഓൺ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. എല്ലാം ആഡ് ഓൺ ഫീച്ചേഴ്സിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യലി നമ്മൾ പ്രൊജക്ട് ലോഞ്ച് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ ഓഫറിംഗ് ദ പ്രീ ലോഞ്ച്. അതാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഇടാൻ റീസൺ. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കറിയാം ആ ഒരു ഏരിയയിൽ വരുന്ന പ്രൈസ് ഹൈക്ക് ഓൾറെഡി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും പല പ്രോജക്റ്റും ലോഞ്ച് തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പ്രൈസിന്റെ വളരെ മുകളിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് പോയിന്റ് വളരെ അട്രാക്റ്റീവ് ആണ്. ആൻഡ് ഡെഫിനറ്റ് ആയിട്ടും സിമിലർ ലൊക്കേഷനും ആണ് ഈ വരുന്ന പ്രോജക്ട്സ് എല്ലാം. ആൻഡ് അത് ഒരു മേജർ റീസൺ. സെക്കൻഡ്, നമ്മുടെ 2 bed 3 bed കോൺഫിഗറേഷൻ നേരത്തെ പറഞ്ഞ പോലെ വരുമ്പോൾ നമുക്ക് 4 bed ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? എക്സാക്ട്ലി. 4 bed എന്ന് പറഞ്ഞാൽ നമുക്ക് അത് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് 4 bed നമുക്കത് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് 2 ഫ്ലോറിലായിട്ട്. എല്ലാം 4 bed തന്നെയാണ്. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 16 and 17 ഫ്ലോർസിലാണ് ഈ 4 BHKs വരുന്നത്. പിന്നെ അതല്ല ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ 2 3 BHK കമ്പൈൻ ചെയ്യണം, അവർക്ക് ഇഷ്ടപ്പെട്ട വേറെ ഫ്ലോറൊക്കെ ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ യു ക്യാൻ കസ്റ്റമൈസ്. അത് ചെയ്യാൻ കുഴപ്പമില്ല. ആ ഒരു ഏരിയയിലെ ടോപ്പ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു നല്ല വ്യൂ ആണ്. ഏരിയയിൽ നല്ല വ്യൂ ആണ്. നമുക്ക് സിറ്റിയുടെ വ്യൂ കിട്ടും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അവിടെ വാട്ടർ ബോഡീസ് കുറെ ഉണ്ട്. ബാക്കിൽ വരുന്ന വ്യൂവും ഹൈവേയുടെ ഓപ്പോസിറ്റ് ഫേസിംഗ് അല്ലേ, വാട്ടർ ബോഡി ഫേസിംഗ്. പിന്നെ ഫുള്ളി ഈ ഇൻഫ്രാ ഡെവലപ്മെന്റ്സ് ഒക്കെ കഴിയുമ്പോഴേ അതിന്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ.
അതെ. ഞാൻ ആക്ച്വലി പ്രീ ലോഞ്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ നല്ല റെപ്യൂട്ടഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ബിൽഡേഴ്സിന്റെ പ്രീ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന പ്രൈസ് ശരിക്കും മാറ്റർ ചെയ്യും. വൺസ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട്സ് അത് ഇവൻച്വലി കൂടുമല്ലോ. ബിൽഡർ തന്നെ പ്രൈസ് കൂട്ടുന്നുണ്ട്, അതിന്റെ ഇൻക്രീസ് ഡിമാൻഡ് അനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പൊ ആ പ്രീ ലോഞ്ച് പ്രൈസിൽ വാങ്ങുന്ന ഒരു ആൾക്കാർക്ക് ജനറലി ഇതുപോലത്തെ നല്ല ലൊക്കേഷനിൽ ഒരു ജനറൽ നാട്ടിൽ പറയുന്ന പോലെ ഒരു ഡിപ്രീസിയേഷനോ അങ്ങനെ ഒരു ആസ്പെക്ട് ഇല്ല. ദേ ആർ ഓൾ ഏർണിംഗ് റിയലി ഗുഡ് ഇൻ ടേംസ് ഓഫ് അപ്രീസിയേഷൻ. ഈ ലൊക്കേഷൻ നമുക്ക് ഓരോ ടൈം പോകും തോറും ഹൈവേയുടെ വർക്ക് കഴിയുമ്പോൾ അതിന്റെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രൈസ് പോയിന്റ് നന്നായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. അത് വരുന്നത് അതെ, കാരണം പ്രൈസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രീ ലോഞ്ച് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിൽ നമ്മൾ പ്രീ ലോഞ്ച് പ്രൈസ് ആണ് ഓഫർ ചെയ്യുന്നത്. വൺസ് ഈ 4 വർഷം കഴിയുമ്പോഴത്തേക്കിന് ചില ആളുകൾ പറയും ഇത് വൺസ് പ്രീ ലോഞ്ചിൽ എടുത്തിട്ട് എന്താ പറയാ ഹാൻഡിങ് ഓവർ ടൈമിൽ ദേ വോണ്ട് ടു സെൽ ഇറ്റ്, അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു പാച്ചിൽ അത് പോസിബിൾ ആണ്. ശരിക്കും 2 ബെഡിന്റെ ഒരു മേജർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത്. 2 ബെഡിന് നമുക്ക് ഈസിലി പറഞ്ഞ എൻട്രി എക്സിറ്റ് ചെയ്യാം. അതെ അതെ. അപ്പം ആ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പം പ്രൈസ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് ലോഞ്ച് പ്രൈസ് പറയുന്നത്? ലോഞ്ച് പ്രൈസ് ഞാൻ ആക്ച്വലി ആദ്യം പ്രീ ലോഞ്ച് പ്രൈസ് പറയാം. 6,500 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എവറി 5th ഫ്ലോർ നമുക്കൊരു 250 റുപ്പീസിന്റെ ഹൈക്ക് വരുന്നത്. അതായത് ആദ്യത്തെ ഫോർ എക്സാമ്പിൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോർ മുതൽ 5th ഫ്ലോർ വരെ 6,500 പെർ സ്ക്വയർ ഫുട്ട് ആണെങ്കിൽ 6 മുതൽ 10th ഫ്ലോർ വരെ 6,750 ആണ്. 11 മുതൽ 15 വരെ അത് 7,000 ആണ്. ദെൻ 8,000 ആണ്. എഗെയിൻ ഫ്ലോർ ചാർജ് ഉണ്ട്. ആദ്യത്തെ 5 ഫ്ലോറിൽ 25 റുപ്പീസ് ആണ്. 6th മുതൽ മുകളിലേക്ക് 50 റുപ്പീസ് ആണ് ഫ്ലോർ ചാർജ് പെർ സ്ക്വയർ ഫുട്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്. എഗെയിൻ ഇത് അധികം യൂണിറ്റ്സിലൂടെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മേ ബി ഒരു 4 or 5 യൂണിറ്റ്സ് മാക്സിമം. അത് കഴിയുമ്പോൾ നമ്മൾ ലോഞ്ച് പ്രൈസ് അറ്റ്ലീസ്റ്റ് അറൗണ്ട് 200 to 250 റുപ്പീസിന്റെ ഒരു ഹൈക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം. കാരണം അതാണെന്ന് ചോദിച്ചാൽ ആ പ്രീ ലോഞ്ച് ഫേസിൽ എടുത്ത ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയാണ്. എഗെയിൻ ഇത് ലോഞ്ച് പ്രൈസ് ആണ്. എഗെയിൻ നമ്മൾ ആഫ്റ്റർ ഒരു 20 സെയിൽസ് കഴിയുമ്പോൾ വീണ്ടും നമ്മളത് ഇൻക്രീസ് ചെയ്യും. ഈ വീഡിയോ കണ്ടിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ഈ പ്രൈസ് സംഭവിക്കരുത് എന്നാണ്. പ്രൈസ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറ്റാറില്ല. ഐ തിങ്ക് ഇപ്പോഴത്തെ അവരുടെ നല്ല പ്രോജക്ട്സ് എപ്പോഴും ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നല്ല പ്രോജക്ട്സ് എപ്പോഴും ഇനിഷ്യലി നല്ല പുഷ് ഉണ്ടാവും, നന്നായിട്ട് മൂവ് ചെയ്യും. അത് മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആ റെസ്പോൺസ് കിട്ടും. നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ പുഷ് ചെയ്യേണ്ടോ സെയിൽസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് നല്ല ബിൽഡർ, നല്ല ലൊക്കേഷൻ. പ്രൈസിന്റെ കാര്യം നിങ്ങൾ വെറുതെ അങ്ങനെ കടുമെടുത്ത് പിടിക്കരുതെന്നാ പറയുന്നത്. പ്രത്യേകിച്ച് പ്രീ ലോഞ്ച് ആണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് വിൽ ഗോ അപ്പ്. ഇത് ഒരിക്കലും കുറയില്ല. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് കേരള പ്രത്യേകിച്ച് കൊച്ചി റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ആളുകളുടെ എപ്പോഴും ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, പ്രൈസ് ഇപ്പൊ ഇതാണ്, അത് കുഴപ്പമില്ല, 6 മാസം കഴിയുമ്പോൾ കുറയും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അഡ്ജസ്റ്റ്മെന്റ്. അത് നടക്കില്ല ഒരിക്കലും. അങ്ങനെ കുറയുന്ന പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ ബ്ലണ്ട്ലി പറയാറുണ്ട്. കാരണം അത്രയും നെഗോസിയേഷൻ ഉള്ള പ്രോജക്റ്റുകൾക്ക് അതിൻ്റെതായ വീക്ക്നെസ്സസ് ഉണ്ട്. എന്തെങ്കിലും ഒരു കോംപ്രമൈസിങ് ഫാക്ടർ അതിനകത്ത് അല്ലാതെ വരില്ല. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ എന്റെ ഓർഗനൈസേഷന്റെ ഒരു മേജർ ഔട്ട്പുട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോജക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് പോലും അധികം വരാറില്ല. കാരണം അത്ര ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അതിന്റെ ആഡ് വരുന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് സെല്ലാവും. ഇപ്പൊ ഞാൻ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളായിട്ട് ടച്ചിൽ നിൽക്കുന്നവർക്ക് ആ ഇൻഫർമേഷൻ ഫസ്റ്റ് തന്നെ ഇൻഫോം ചെയ്യുമ്പോൾ ഉള്ള ഒരു, ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുമാണ്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ആസ് എ പ്രോഡക്റ്റ്. ഇത് നല്ലൊരു ഈവൻ എൻഡ് യൂസ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതായത് നമ്മൾ പറഞ്ഞ പോലെ എൻഡ് യൂസേഴ്സിനാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും അത് പ്രത്യേകിച്ച് ഇതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തെങ്കിലും പ്രീ ലോഞ്ചിലാണ് നമ്മൾ വിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിപ്പം കറന്റ് ഒരു പ്രീ ലോഞ്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ഇനി കൊച്ചിയിൽ മൾട്ടിപ്പിൾ ലോഞ്ചസ് ഉണ്ടെന്ന് കേട്ടു. പ്ലാനിൽ ഇംപ്ലിമെന്റഡ് അല്ല, പക്ഷേ ജസ്റ്റ് ടു ഗിവ് ആൻ ഓവർവ്യൂ. ഇത് വീഡിയോ കാണുന്നവർക്ക് ഇനി സ്പെസിഫിക് ലൊക്കേഷൻ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ ജസ്റ്റ് ഇപ്പം നമുക്ക് ആക്റ്റീവായിട്ട് പ്രൊജക്ട്സ് എറണാകുളത്തുള്ളത് പറയാം. ഇപ്പൊ മേജർ ഒരു റെസിഡൻഷ്യൽ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന ഏരിയ, അതായത് ഫോർ എക്സാമ്പിൾ തൃപ്പൂണിത്തുറയുണ്ട് നമുക്ക് പ്രൊജക്ട്, വൈറ്റില, എരൂര്, പാലാരിവട്ടം, വാഴക്കാല, കലൂർ, എഗെയിൻ ദെൻ ഇടപ്പള്ളി, കടവന്ത്ര, ഇവൻ ചേരാനെല്ലൂർ. കാരണം കൊച്ചിയെ പറ്റി, അതായത് കൊച്ചിക്കാരല്ലാത്ത ആളുകൾ, ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേട്ടുപരിചയമുള്ള കുറച്ച് സ്ഥലപ്പേരുകളുണ്ട്.
അതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. തൃപ്പൂണിത്തുറ, വൈറ്റില, എക്സാക്ട്ലി, കടവന്ത്ര, ഇടപ്പള്ളി എന്നൊക്കെ പറയുന്നത്. അതിപ്പം ഔട്ട്സൈഡ് ഡിസ്ട്രിക്ട്സിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഫെമിലിയർ ആണ് ഈ സ്ഥലങ്ങളൊക്കെ. അവിടെ എല്ലാം നമുക്ക് പ്രോജക്ട്സ് ഉണ്ട്, ഓൺ ഗോയിങ് പ്രോജക്ട്സ് ഉണ്ട്. പല സ്റ്റേജിലാണെന്നേ ഉള്ളൂ. ചിലത് ന്യൂ ലോഞ്ച്, ചിലത് അണ്ടർ കൺസ്ട്രക്ഷൻ, ചിലത് നിയറിംഗ് കംപ്ലീഷൻ, ചിലത് ഹാൻഡിങ് ഓവർ കഴിഞ്ഞ പ്രോജക്ട്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അറൗണ്ട് ഒരു 10 പ്രോജക്റ്റെങ്കിലും ഈ ഫൈനാൻഷ്യൽ ഇയർ, അതായത് ബിഫോർ മാർച്ച് 2026 നമുക്ക് ലോഞ്ച് ചെയ്യണമെന്നാണ്. നമ്മൾ അതിൻ്റെ ലാൻഡൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഡിസൈനിങ് ഫേസിൽ ഇരിക്കുകയാണ് പലതും. നമുക്കിനിയും വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ, പിന്നെ ഇരുമ്പനം, തേവര, നെട്ടൂർ, അനദർ ഗ്രേറ്റ് ലൊക്കേഷൻ നെട്ടൂർ എന്ന് പറയുന്നത്. പിന്നെ അഗെയിൻ പാലച്ചോട് വരുന്നുണ്ട്. ഇങ്ങനെ പല ലൊക്കേഷൻസിൽ, ഇടപ്പള്ളി, പോണേക്കര ആ ഭാഗത്ത് വരുന്നുണ്ട്. തേവര ഞാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ MG റോഡിൽ എറണാകുളത്തപ്പൻ ആ ഒരു ഏരിയയിൽ നമ്മൾ അവിടെ ഒരു ഡിമാൻഡുള്ള ഏരിയ, നല്ല ഡിമാൻഡ്. ടെമ്പിളിന്റെ ഒക്കെ പോർഷനിലായിട്ട് ടെമ്പിളിന്റെ അടുത്ത് ആ ഒരു കോസ്റ്റൽ, ആ ഒരു കായലിന്റെ ആ ഒരു ബ്യൂട്ടി ആളുകൾക്ക് അധികം പ്രോജക്ട്സും ഇല്ല, പ്രോജക്ട്സ് ഇല്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂപ്പർ ലക്ഷറി കാറ്റഗറി ഉള്ള പ്രൊജക്ട് ആണ് ചെയ്യുന്നത്. അതിനാണ് അവിടെ ഒരു ഡിമാൻഡ്. അതെ അതെ, അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് പ്യൂർലി താമസിക്കാനായിട്ട് വാങ്ങുന്ന ഒരു പ്രോജക്റ്റ്. പിന്നെ എറണാകുളംകാർ അവിടെ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധമുള്ള ആളുകൾ അവിടെ വിട്ട് പുറത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഒരിക്കലും എടപ്പള്ളി സൈഡ് ഒരു ഇതായിട്ട് തോന്നുന്നില്ല, ചാമിങ്ങായിട്ട് തോന്നില്ല. അവർക്ക് ഇപ്പോഴും ആ എറണാകുളത്തപ്പൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയ ആണ് അവർക്ക് ഇഷ്ടം. MG റോഡിന്റെ ഏരിയ ആണ് അവർക്ക് ഇഷ്ടം. അവിടെ നമുക്ക് പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഫാമിലി കസ്റ്റമേഴ്സിന്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. കഴിഞ്ഞ ഒരു 8-8.5 വർഷമായി കമ്പനി ഫോം ആയിട്ട് 26th പ്രോജക്റ്റാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇനിയും അതിന്റെ റേറ്റ് അങ്ങ് ഇൻക്രീസ് ചെയ്യാണ്. സോഫാർ നമുക്ക് ഇന്നേ വരെ ഒരു പ്രോജക്റ്റിനും ഒരു കൺസ്ട്രക്ഷൻ ഡിലേ വന്നിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഹെഡ് ഓഫ് ഷെഡ്യൂളാണ് നമ്മൾ വർക്ക് തീർക്കുന്നത്. എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്. എഞ്ചിനീയറിംഗ് സൈഡ്, അതായത് ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും അത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാം വളരെ സൗണ്ടായിട്ട് പോകുന്നു. ഈവൻ വേർഡ് ഓഫ് മൗത്ത്, അങ്ങനെ ഒരു പബ്ലിസിറ്റി നമുക്ക് ഉണ്ട്. അപ്പൊ ആ പോസിറ്റിവിറ്റി കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ്, ഇൻ ഹൗസ് ഡിജിറ്റൽ എൻക്വയറീസ് ഒക്കെ നല്ലപോലെ വരുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ റെഫറൻസും ഉണ്ട് നമുക്ക് നല്ലത്. ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസോ ഇതിന്റെ ബ്രോഷേഴ്സ് ഡീറ്റെയിൽസ്, അതിന്റെ വീഡിയോസ്, റെഫറൻസ് എല്ലാം കാണുന്ന ആഗ്രഹമുള്ള ഡെഫിനറ്റ്ലി കോൺടാക്ട് നമ്പർ റീച്ച് ഔട്ട് ചെയ്യുക. വി ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് ആൻഡ് വി ഷാൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഔട്ട് ചെയ്യും എങ്ങനെയെങ്കിലും അത് ചെയ്യാനുള്ള. ഈ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ പ്രീ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് ഒരു റിയൽ ഏർജൻസി തന്നെയാണ്. ഇപ്പൊ ഈ ഒരു നിങ്ങളുടെ റിക്വയർമെന്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വർക്ക് ഔട്ട്. സോ അപ്പൊ താങ്ക്സ് ഫോർ യുവർ ടൈം. Nice talking. Thank you so much.